എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കയ്യിലും ആരംഭിച്ചിരിക്കുകയാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ബാങ്കിലും കയ്യിലും പെൻഷൻ വിതരണം ഒരേ ദിവസം ആരംഭിച്ചു. അത് 25-ാം തീയതി പെൻഷൻ ബാങ്കിലേക്ക് എത്തും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 26-ാം തീയതിയാണ് എത്തിയത്. അന്ന് തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന തരത്തിൽ ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തി എന്നുള്ളതാണ് ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണമാണ്. 2 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള അവധി, അതായത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സംസ്ഥാനത്ത് അവധിയാണ്. അതിനു മുമ്പ് തന്നെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ തുക എത്തുകയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയ്ക്കായിട്ട് വിതരണം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കാത്തത്. അങ്ങനെയുള്ളവർക്ക് നാളെ മുതൽ അത് ആരംഭിക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞിരുന്നത് വെള്ളിയാഴ്ചയാണ് തുക കിട്ടുക, അതിനുശേഷമായിരിക്കും കയ്യിൽ വിതരണം ആരംഭിക്കുക എന്നാണ്. എന്നാൽ ഈ ഒരു ബക്രീദ് പ്രമാണിച്ച് തന്നെ നേരത്തെ ട്രഷറി മുഖാന്തരം ആ ഒരു തുക ലഭ്യമാക്കുകയും അതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ കയ്യിൽ നിരവധി പേർക്ക് പെൻഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു. അങ്ങനെയുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും കയ്യിലും ബാങ്കിലും ഒരേ ദിവസം പെൻഷൻ എത്തി എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒരേ സമയം പെൻഷൻ വിതരണം ആരംഭിച്ചു. ചില സ്ഥലങ്ങളിൽ കയ്യിൽ ഇതുവരെ എത്തിയിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ളവർക്ക് വരും ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ മണിക്കൂറുകളിലൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിലായിട്ട് ആ ഒരു തുക അവർ കൊണ്ടുവന്ന് തരുന്നതാണ്. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ വിതരണക്കാരനെ നമ്പറിൽ വിളിച്ച് നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ച് അവിടെ പോയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് തരാൻ പറയുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെയും പെൻഷൻ വേഗത്തിൽ മേടിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എന്തായാലും ക്ഷേമ പെൻഷന്റെ വിതരണം, മെയ് മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം തീരുന്നതിന് മുമ്പ് എല്ലാവർക്കും ആ ഒരു പെൻഷൻ എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്കറിയാം ഇലക്ഷനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്തു. അതിന് മുന്നുള്ള മാസങ്ങളിലൊക്കെ പിറ്റത്തെ മാസം 5-ാം തീയതി ആകുമ്പോഴേക്കാണ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാറുള്ളത്. പക്ഷേ ഇത് നേരത്തെ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ ജൂൺ 30 വരെയാണ് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ചിൽ അവസാനിക്കേണ്ടതായിരുന്നു. പിന്നീട് അത് 3 മാസം കൂടി ദീർഘിപ്പിച്ച് നൽകുകയായിരുന്നു കഴിഞ്ഞ സർക്കാർ. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും അടുത്ത മാസം 30 അപ്പോൾ അതിനു മുമ്പ് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യവും കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അതായത് 2020 ജനുവരി മുതൽ പെൻഷൻ കിട്ടിയിട്ടുള്ളവരാരും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം ഇതിനോട് കൂടെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കമന്റിൽ നിരവധി പേരാണ് ചോദിക്കുന്നത്. എന്തായാലും ഈ മാസം അതില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം LDF സർക്കാർ കൊണ്ടുവരികയും നിർത്തുകയും ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അത് ഇനി കൊടുത്തു തുടങ്ങണമെങ്കിൽ പുതിയ സർക്കാർ അത് വീണ്ടും തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ മാസം അത് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അറിയിപ്പ്. ജൂൺ മാസത്തിൽ അത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. പുതിയ അപേക്ഷകൾ അതിൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് പുതിയ അപേക്ഷകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ദൂരേക്കും ബൈ.